അപ്പോൾ കേസരി കഴിക്കണമെന്ന മോഹത്തോടെ ഞാൻ വേറെ എങ്ങും ചെന്ന് കയറിയില്ല. ഞാൻ എൻ്റെ അടുക്കളയിൽ തന്നെ കയറി അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ചധികം വറുത്തെടുക്കുന്നുണ്ട്. അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണത്. അത് കഴിഞ്ഞിട്ട് നെയ്യിൽ റവ വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ അങ്ങോട്ടിട്ട് വറുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, ഈ ഒരളവിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് വെള്ളം, അതിൽ തന്നെ പൊടിച്ച ഏലക്ക, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് സോൾട്ട്, ഇത്രയും ആഡ് ചെയ്ത് തിളച്ചപ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുത്തു. പിന്നെ നടന്നൊരു യുദ്ധമായിരുന്നു ഗൈസ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ചുകൂടി ഇട്ടാൽ കുറച്ചുകൂടെ നിറം കിട്ടും. ഞാൻ വിചാരിച്ചു ഒരുപാട് ഇടുമ്പോൾ ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പായസവും അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് കിട്ടി. അതിനുശേഷം വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യും കൂടെ വെച്ച് പരിപാടി അവസാനിപ്പിച്ചു. വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബൈ.